നമസ്കാരം, എല്ലാവർക്കും സ്വതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ഓണവിഭവമായിട്ടുള്ള വറുത്തുപ്പേരിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മൂത്ത പച്ചക്കായ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ വെള്ളം എടുത്ത് വെക്കുക. കാരണം നമ്മൾ പച്ചക്കായ മുറിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഞാൻ ഈ പച്ചക്കായയുടെ 2 സൈഡും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊലിയിൽ ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി ഇളക്കി മാറ്റാൻ പറ്റും. അപ്പം നല്ല മൂത്ത പച്ചക്കായ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള പച്ചക്കായയുടെ തൊലിയും കൂടെ കളയുക. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏത്തക്കായ തന്നെ എടുക്കുക, അതായത് നേന്ത്രൻ്റെ പച്ചക്കായ തന്നെ എടുക്കണം കേട്ടോ. വേറെ പച്ചക്കായ എടുക്കരുത്, ടേസ്റ്റ് കാണില്ല. അപ്പോൾ നേന്ത്രനാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പേരിയൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേർത്തതായിട്ട് മുറിക്കരുത്, ഒരുപാട് കട്ടിയിൽ മുറിക്കരുത് കേട്ടോ. ഇത് ഈ ഒരു സൈസിൽ നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ മുറിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പച്ചവെള്ളമാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മളിത് കഴുകിയതിന് ശേഷം നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇത് കുറച്ച് നേരം ഇട്ട് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഈ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കട്ടെ. ഇത് നോക്കിക്കാൻ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ പച്ചക്കായ മുഴുവനും ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഇത് കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. അപ്പോൾ ആ എണ്ണ ചൂടാവുന്ന ആ ഒരു സമയം മതിയാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. മറ്റു എണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ പച്ചക്കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഉള്ളത് ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ വെള്ളം മുഴുവനും അതിൽ നിന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇത് കുറച്ച് താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചെറുതായിട്ട് കുറച്ച് ഫ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് മുകളിലേക്ക് പൊങ്ങി വരും. ആ സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വേണം പിന്നീട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പൊങ്ങി വരും. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചിപ്സ് എങ്ങനെയാണ് റെഡി ആയെന്ന് നോക്കണമെങ്കിൽ ഇതുപോലെ ഒരു കിലുകില് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തളിക്കുന്നത് വഴി നമുക്കത് പെട്ടെന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, ചിപ്സിലേക്ക് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ചിപ്സ് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഫ്ലെയിം കൂടുതലായിരിക്കണം, ലോ ഫ്ലെയിമല്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ആ ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വറുത്തുപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.